ഈശോയുടെ ജീവിതത്തിൽ അവസാനമായിട്ട് കുരിശ് പറയണമെങ്കിൽ പരിശുദ്ധമ്മയുടെ ചെറുപ്രായത്തിൽ 14 വയസ്സിലായിട്ട് കുരിശ് പറയണം. നമ്മളത് വളരെ പെയിന്റ് ചെയ്ത് മനോഹരമായിട്ട് വെച്ചിരിക്കുക. നൃത്തം ചെയ്യുന്ന മാലാഖയും നൃത്തം ചെയ്യുന്ന പരിശുദ്ധമറിയും അവള് കുട്ടിയിലാണ്, അവള് ജ്ഞാനമുള്ള. എന്നിട്ടും അവള് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസ്യം, ഇതാ കർത്താവിന്റെ അടിയാട്ടി, ഇതാ കർത്താവിന്റെ അടിയാട്ടി. അവളെ കമ്പ പരക്കുന്നതാണ്. അതുപോലത്തെ ഒരു സ്ത്രീ ലോകത്ത് ജീവിച്ചിട്ടുണ്ടോ? അതുപോലത്തെ ഒരു സ്ത്രീ ലോകത്ത് ജീവിച്ചിട്ടുണ്ടോ? അഭിഷേകത്തിന്റെ കൊടുങ്കാറ്റ് പരക്കുന്നവരെ പറ്റി പറഞ്ഞു നിർത്താൻ പോവാ അല്ലെ? അവള് പാടിയ പാട്ട് ഒളിച്ചു പോയതാണ്. യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് നാണക്കേട് ഗർഭിണിയായിട്ട് പൊതുവഴിയിൽ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒളിച്ചു പോയി. നമ്മൾ വലിയ വിശേഷം പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. പാകപ്പാടേക്ക് മനസ്സിലാക്കാൻ അമ്മയില്ല, അപ്പനില്ല. ഇനി ഇളയമ്മേനെ മനസ്സിലാക്കി മനസ്സിലാകട്ടെ എന്ന് പറയാം. നമ്മുടെ പറയും ആദ്യത്തെ അവളുടെ ചാരിറ്റബിൾ ജേർണി. നോ, അങ്ങനെ വിശ്വസിക്കാൻ അല്ലിട്ട് അവൾ ഒളിച്ചുപോയി. അവിടുന്ന് 3 മാസം അവിടെ താമസിച്ചു. ഇളയമ്മ ബലപ്പെടുത്തി. എന്റെ കർത്താവിന്റെ അമ്മ 3 മാസം മേരി കേട്ടു ഈ വിളി. എന്റെ കർത്താവിന്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്കതിന് ഭാഗ്യമുണ്ടായി. വിശ്വസിച്ചത് ഭാഗ്യതി. നമ്മൾ ഒരു മാസം മക്കളെ ഒരു 90 ദിവസവും മേരി കേട്ടു ഈ വാക്കുകൾ. ബൈബിളിൽ ഒരു തവണ എഴുതിയിട്ടുള്ളൂ. അവള് കേട്ടു, എന്റെ കർത്താവിന്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്ക് ഭാഗ്യം. ദൈവത്തെ സ്തുതിച്ചപ്പോ മക്കളില്ലാതിരുന്ന എലിസബത്തിന്റെ വയറ്റിൽ കിടന്ന ചെക്കൻ ഡാൻസ് കളി ആരംഭിച്ചു. ഈ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ നിന്റെ വയറ്റിലെ നൃത്തം വിഭാജിക്കും. നിന്റെ കുടുംബത്തിൽ നൃത്തങ്ങളായി. ശരി, മുഴുവനല്ല, സമയം കഴിയും. ദൈവങ്ങളെ, ഈ ഒരു പുതിയ ക്രമം അമ്മ ഇറങ്ങി നിന്നു. എന്ത് ധൈര്യം! ആര് കൂട്ട സംശയിച്ചു. ഇപ്പൊ മിണ്ടാട്ടമില്ല. യോസേഫിന് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കൂ, അത്രേ ഉള്ളൂ. ദൈവങ്ങളെ, തുടക്കത്തിൽ ഒരു കുടുംബം തകരുന്നതിന് നമ്പരം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇതാ കർത്താവിന്റെ ദാസ്യത്തിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇന്നലെ ഞാൻ ഗ്രിഗോറിയൻ ക്രമത്തിൽ കുർബാനയില്ല. ലൊറൻസോ, അബ്ബ ലൊറൻസോ, ഇറ്റാലിയൻ ക്രിസ്ത്യൻ, ബുദ്ധാനാശ്രമത്തിൽ മലയുണ്ട്. അച്ഛൻ ഈ വചനം വായിക്കാൻ ഭയങ്കര ജ്ഞാനിയാണ്. അദ്ദേഹം വചനം വ്യാഖ്യാനിച്ചറിയോ? ദൈവത്തിന്റെ വചനത്തിന് ആമേൻ പറഞ്ഞപ്പോൾ ആ ദൈവത്തിന്റെ വചനം മറിയത്തിന്റെ ഉള്ളിലേക്ക് കടന്നുകൂടി. പിടികിട്ടിയോ? നിങ്ങൾ വചനം വിശ്വസിക്കുമ്പോൾ ആ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി. നിങ്ങൾ ആ വചനമായി, ആ അഭിഷേകമായി, അനുഗ്രഹമായി, പ്രവചനമായി നിങ്ങൾ മാറുന്നു. അവിടെ വചനമായിട്ട് മാറി മുമ്പോട്ട് പോകാം. ഇതാ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ദൈവമക്കളെ, ഈ പുതിയ ജീവിതക്രമം, ഈ മെസ്സിയാനിക് ലൈഫിന്റെ പ്രത്യേകത ജലം കൊണ്ട് നിരന്തരം വിശദീകരിക്കപ്പെടുന്ന രക്തത്താൽ ചോര കൊടുത്ത് സാക്ഷ്യപ്പെടുന്ന മക്കളെ. ധ്യാനകേന്ദ്രത്തിൽ പോലും ഞാൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ കർത്താവിനെ പ്രസംഗിക്കാൻ തുടങ്ങും. ഈ കർത്താവിനെ പറ്റി പറയാൻ തുടങ്ങും. അപ്പോഴഭിഷേകമായി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യം. മാംസത്തിൽ ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനങ്ങളുള്ള ജീവിതം പരിശുദ്ധാത്മ ജീവിതമാണ്. 3:3 വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അതിനെ ശബ്ദം നീ കേൾക്കുന്നു.
എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജീവിക്കുന്നത്. യു ഡോണ്ട് നോ വേർ യു ആർ ഹെഡിങ് ടു. പക്ഷെ പരിശുദ്ധാത്മാവിനെ നയിക്കുന്നു ഓർത്തു ദൈവത്തിന്റെ തീരങ്ങളിലേക്ക്, ദൈവത്തിന്റെ നിശ്ചയങ്ങളിലേക്ക്, ദൈവത്തിന്റെ അഭിഷേകത്തിലേക്ക് നീ യാത്ര ചെയ്യുന്നു. ഒരു പുതിയൊരു ആത്മീയ വിപ്ലവമാണ്, ഒരു അഭിഷേക വിപ്ലവം, റെവല്യൂഷൻ ഓഫ് സ്പിരിറ്റ്, സ്പിരിച്വൽ റെവല്യൂഷൻ. ഒന്ന് രാജാക്കന്മാർ മാത്രം ഏരിയയുടെ നമ്മൾ ചോദിക്കുന്നത് എല്ലാവർക്കും കഥാവായ ദൈവമേ അങ്ങയെ പറ്റിയുള്ള തീഷ്ണതയാൽ ഞാൻ ചൊലിച്ചുകൊണ്ടിരിക്കുന്നു. ആളിക്കത്തുന്നുണ്ടാവും. ഞാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിൽ ആളിക്കത്തുന്നുണ്ടോ? യെശയ്യായുടെ വചനം 29:5-6 വാക്യങ്ങൾ. എന്നാൽ നിലച്ചിരിക്കാതെ നിമിഷത്തിനകം സൈന്യങ്ങളുടെ കർത്താവ് നിന്നെ സന്ദർശിക്കും. എന്നാൽ നിമിഷങ്ങൾക്കകം, നിമിഷങ്ങൾക്ക് നിലച്ചിരിക്കുന്ന പ്രതീക്ഷിക്കാത്ത സമയത്ത് നിമിഷത്തിലധികം സൈന്യങ്ങളുടെ കർത്താവ് നിന്നെ സന്ദർശിക്കും. ഇടിമുഴക്കത്തോടെ, ഭൂകമ്പത്തോടെ, ഭയങ്കര നാദത്തോടെ, ചുഴലിക്കാറ്റോടെ, കൊടുങ്കാറ്റോടെ, അതിപോലെ 20:5-6 വാക്യങ്ങൾ. കർത്താവിന്റെ ആത്മാവ് നിന്നിൽ പ്രവേശിച്ചു കഴിയുന്നു. You cannot be quiet. ഒരു ബന്ധക്കോസ്ത അനുഭവമില്ലേ? പേടിച്ചരണ്ടിരുന്ന അപ്പോസ്തലന്മാരിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോ വെല്ലുവിളിച്ച് പറയുന്ന അപ്പോസ്തലനെ ഇത് രാവിലെ നമ്മൾ ധ്യാനിച്ചതല്ലേ? ആ പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നടക്കുക. അവൻ നിന്ന ഇടം കുലുങ്ങുകയാണ്. 29:9 വിസ്മയസ്ഥാന്തരാകുകയും നിങ്ങളെ അങ്ങനെ അതൊന്നും കണ്ടോണ്ട് നിൽക്കാതെ നിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ കർത്താവിലേക്കാണ് ഉന്മത്തനാകുന്നത്. എന്നാൽ വീഞ്ഞുകൊണ്ടാകരുത്, ആടി നടക്കണം, എന്നാൽ മദ്യവെച്ചിട്ടാകരുത്. പരിശുദ്ധാത്മാവിനാൽ നൃത്തം ചെയ്യുന്ന ജീവിതാവസ്ഥ. ദൈവമക്കളെ, നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുക. എഴുന്നേറ്റ് കർത്താവ് നമ്മളെ പരിണയിക്കാൻ പോവുക. യെശയ്യാവിൽ തന്നെയുള്ള വചനമുണ്ടല്ലോ, മണവാളൻ മണവാട്ടിയിലെന്ന പോലെ നിന്റെ കർത്താവ് നിന്നിൽ ആനന്ദിക്കാൻ പോവുക. ഇനി നാട്ടിൽ എഴുന്നള്ളി വരാൻ പോവുക. ആഗ്രഹിക്കുക ഈ ദിവസം നീ പുതിയ സൃഷ്ടിയായിട്ട് ഈ ഒരു അഭിഷേകമായിട്ട് കർത്താവ് നിന്നെ മാറ്റാൻ പോവുക. ദൈവത്തിന്റെ വലിയ കരുണ നിന്റെ മേലുണ്ടാകാൻ പോവുക. ദൈവത്തിന്റെ വലിയ അഭിഷേകം. നീ നൃത്തം ഉടമ്പന്മാർ നൃത്തം ചെയ്യുന്ന, ഊമന്മാർ പാട്ടുപാടുന്ന ഒരു അഭിഷേകമാണ്. ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത, ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മീയ അഭിഷേകത്തിന് വേണ്ടി കർത്താവ് നിന്നെ ഇതാ വിളിക്കുകയാണ്. ഗലാത്യ ലേഖനത്തിന്റെ 2:20 പറയുക, ഞാൻ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായി. I become one with Christ crucified. അതാണ് കൂട്ട നിന്റെ മുഖമുള്ളത് ക്രിസ്തുവിന്റെ മുഖമുകളാണ്. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ആഗ്രഹിക്കുക കർത്താവ് അടുത്തേക്ക് വരാൻ പോവുക. അവൻ അടുത്തുള്ളപ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുക. അവൻ ഇത്ര അടുത്തുള്ള വേറെ ഏതൊരു ജനതയാവുന്നത്. കർത്താവ് കടന്നു വരാൻ പോവുക. ദിവ്യകാരുടെ നാഥൻ എഴുതുള്ളൂ. നിന്റെ ജീവിതത്തേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോയതല്ലേ. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്തത്, നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്തത് നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക. അത്ഭുതകരമായ ഒരു അഭിഷേകം, ഒരു അത്ഭുതകരമായ കൃപ. ദൈവമക്കളെ, മേശയിൽ എടുത്തു വെച്ച അപ്പവും വീഞ്ഞും ഏതാനും നിമിഷങ്ങൾക്കുള്ള ദിവ്യകാരുണ്യമായി മാറുന്നത് പോലെ നിന്റെ പച്ചയായ ജീവിതത്തെ ദൈവത്തിന്റെ ജീവിതമാക്കി അവിടുന്ന് മാറ്റാൻ പോവുക. അവിടുത്തെ ആത്മാവ് നിന്റെ മേൽ പെയ്തിറങ്ങാൻ പോവുക. ഒരു പുതിയ ആകാശത്തിന്, ഒരു പുതിയ ഭൂമിയുടെ അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് തരാൻ പോവുക. പരിശുദ്ധമ നിന്നതുപോലെ ആമേൻ പറഞ്ഞുകൊണ്ട്, പരിശുദ്ധമെന്ന് അറിഞ്ഞതുപോലെ ഇതായ കർത്താവിന് ദാസൻ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നിൽക്കണം. ആഗ്രഹിച്ചവർ ഈശോന് വരുന്നത് പറയുമ്പോൾ ഇതാ തിരുവചനം പറയാൻ അല്പസമയത്തിനുള്ളിൽ, നീ നിലച്ചിരിക്കാത്ത സമയത്ത് നിന്റെ കർത്താവ് വരും. ഒരു കൊടുങ്കാറ്റായി, ഒരു തീക്കാറ്റായി, ഒരു ഇടിമിന്നലായി, ഒരു ഭൂമി നിന്റെ ജീവിതത്തിൽ വരാൻ പോവാ. ആഗ്രഹിച്ച മക്കളെ,
ഈ കരങ്ങൾ ഉയർത്തുന്ന സ്ഥിതിച്ച് ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് നമ്മൾ സ്വീകരിക്കാം, ആഗ്രഹിക്കാം. ഏത് കാര്യമായിക്കൊള്ളട്ടെ, ഏത് യോഗമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ Yeah.